പീരിയഡ്സിന് മുന്നോടിയായി മൂഡ് സ്വിങ്സ് ഉണ്ടാകാറുണ്ടോ? ഇത് നമുക്ക് നാച്ചുറലായി എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. പീരിയഡ്സിന് മുന്നോടിയായി പെട്ടെന്ന് തന്നെ സങ്കടം വരിക, ദേഷ്യം വരിക, ഇതെല്ലാം സാധാരണയായി കാണുന്നതാണ്. ഇത് ഹോർമോണൽ വ്യതിയാനങ്ങൾ മൂലമായാണ് ഉണ്ടാകുന്നത്. മൂഡ് സ്വിങ്സ് കുറക്കാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്നുള്ളത്. 70% വരെ കൊക്കോ പൗഡർ ഉള്ളതായി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഉത്പാദിക്കാനും അതുമൂലമായി മൂഡ് സ്വിങ്സ് കുറക്കുവാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ദിവസവും ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. കൃത്യമായ ഉറക്കം ശീലിക്കുക. ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുവാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ സ്ട്രെസ്സിന് ഭയങ്കരമായ ഒരു റിലീഫാണ് നൽകുന്നത്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക. നമ്മളൊന്ന് പുറത്ത് നടക്കാൻ പോയാൽ തന്നെ നമുക്ക് കൂടുതലായി എനർജി കിട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് റിലീഫിനും അതുമൂലമായി മൂഡ് സ്വിങ്സ് കുറയ്ക്കാനും ഇത് കാരണമാകുന്നു. ഇതിന് മുന്നോടിയായി അല്ലെങ്കിൽ പീരിയഡ്സിന്റെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ധാരാളം സ്പൈസിയും ഉപ്പും ഉള്ളതും അതുപോലെ തന്നെ മധുരവും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഉപ്പും മധുരവും ധാരാളമായി കൂടുന്നത് മൂലമായി ദേഷ്യം കൂടുന്നതായി കാണാറുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ നിയന്ത്രിക്കുക.